ഈ സർവേക്കല്ല് പതിച്ചത് പാടത്തല്ല, കർഷകന്റെ നെഞ്ചിലാണ്. വേനലിൽ പോലും നനയ്ക്കേണ്ടതില്ല. എള്ളും പയറും കണ്ടറിഞ്ഞു വളരും. കർഷകൻ പൊന്നുവിളയിക്കുന്ന മണ്ണാണ് തോട്ടുങ്ങൽ പാടശേഖരം. ദേശീയപാത ബൈപ്പാസ് വരുന്നതോടെ നഷ്ടമാകുന്നത് നിരവധി കർഷകരുടെ ഉപജീവനം. രാസവളമോ കീടനാശിനിയോ ഒന്നും ഇല്ലാത്ത ജൈവ വളത്തിൽ മുളച്ച് ജനങ്ങൾ നോക്കി എത്ര ആളുകളാണ് ഈ പയർ അറുത്ത് കൊണ്ടുപോകുന്നത്, എത്ര വീട്ടുകാരാണ് ഇത് വച്ചിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്താണ്. 2008 സംസ്ഥാനത്തെ തരിശുരഹിത പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചതിൽ തോട്ടുങ്ങൽ പാടശേഖരത്തിന്റെ കൂടി പങ്കുണ്ട്. എടരിക്കോട് പഞ്ചായത്തിന്റെ മാത്രമല്ല, കോട്ടയ്ക്കൽ നഗരസഭയുടെയും നെല്ലറയാണ് ഈ പാടശേഖരം. എന്നാൽ 35 ഏക്കർ വയൽ നികത്തുമ്പോൾ നഷ്ടമാകുന്നത് ജലസമ്പത്തിനൊപ്പം കാർഷിക സമൃദ്ധിയും. ഓരോ സമയത്ത് ഇടപെടലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഒരു പാടം വെറുതെ ഇടാത്തൊരു പാടമാണ്. ഇതിലൂടെ ഈ റോഡ് പോയി കഴിഞ്ഞാൽ അതിഗുരുതരമായ പ്രശ്നമാണ് ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകാൻ പോകുന്നത്. ഒന്നാമത് ഇവിടുത്തെ കുടിവെള്ളം ഇല്ലാണ്ടാകുന്നു. മറ്റൊന്ന് ഈ ടൺ കണക്കിന് നെല്ലാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുപോകുന്നത്. 6 കിണറുകൾ കൂടി റോഡിനായി നികത്തപ്പെടുന്നതോടെ ബാക്കിയാകുന്ന വയലും ഉപയോഗശൂന്യമാകും. എക്കാലത്തും പച്ചപ്പുള്ള ഈ വയൽ എല്ലാവിധ ജന്തുക്കളുടെയും വിഹാരകേന്ദ്രം കൂടിയാണ്. ഒരു നാടിന്റെ ജൈവസമ്പത്തിനെയാണ് ദേശീയപാത തകർത്തു കളയുന്നത്. വ്യാസ്പിറാമിനൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.